ഒത്തിരി സന്തോഷത്തോടെ നന്ദിയോടുകൂടിയാണ് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. കാരണം ഞാൻ എൻ്റെ ഉള്ളിലൊരു ചെറിയൊരു കോഴിക്കോട് രക്തമുണ്ട്. എൻ്റെ അച്ഛൻ കോഴിക്കോട്ടുകാരനാണ്. അപ്പോൾ എല്ലാ വെക്കേഷനും ഞങ്ങൾ കോഴിക്കോട്ട് വരാറുണ്ട്. കോഴിക്കോട്ട് ഹൽവ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്, കഴിക്കാണ്ടിരിക്കാറില്ല. ആ ഹൽവ കഴിക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് ആദ്യമായി ബെസ്റ്റിയുടെ സിനിമയുടെ ലൊക്കേഷനിൽ എത്തിയപ്പോൾ തോന്നിയത്. കാരണം എല്ലാവരും അത്രയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടിയാണ് വരവേറ്റത്. എനിക്ക് തോന്നുന്നു ആ ഒരു ടീമിൽ ഞാനാണ് ആദ്യമായിട്ട് പുതിയതായിട്ട് ജോയിൻ ചെയ്തത്. പക്ഷെ എല്ലാവരും അത്രയും സ്നേഹത്തോടു കൂടി പെരുമാറി. അബ്ദുൽ നാസർ സാറിനോട് ഞങ്ങളെല്ലാവരും ബോസ് എന്ന് വിളിക്കുന്ന അദ്ദേഹത്തോട് നന്ദി പറഞ്ഞാൽ തീരില്ല. പിന്നെ ഷാനു ചേട്ടൻ, ഞാൻ ഇറ്റ്ഫോക്ക് എന്നുള്ള പരിപാടിക്ക് പോയപ്പോൾ അവിടെ എന്നെ കണ്ട് സ്പോട്ട് ചെയ്തിട്ടാണ് എന്നെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഷാനു ചേട്ടനാണ് എന്നെ ഈ ഒരു ഫാമിലിയിലേക്ക്, ബെസ്റ്റ് ഫാമിലിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ. അതേപോലെ റെനി മാഡം, റാഷിക്ക, എല്ലാവരും ഈ സിനിമയിൽ മുൻപിലും പിന്നിലുമായി പ്രവർത്തിച്ച എല്ലാവർക്കും, ഷക്കീൽ ചേട്ടൻ, സാക്ഷി, എല്ലാവരും അത്രയും നന്നായിട്ടാണ് സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇന്ന് ഈ ഓഡിയോ ലോഞ്ചിൽ എനിക്ക് ചെയ്യാൻ പറ്റിയൊരു സോങ് തന്നെ പ്ലേ ചെയ്തു എന്നുള്ളത് ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതിന് വീണ്ടും ഞാൻ ഈ ടീമിലെ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ചെറിയൊരു കാര്യം ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. ചേട്ടൻ പറഞ്ഞു നേരത്തെ ദൈവത്തിൻ്റെ കരങ്ങളുള്ള ഒരു ഫാമിലിയാണ്. തീർച്ചയായിട്ടും എനിക്കും അത് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു വർഷം മുമ്പ് എക്സാക്ട്ലി ഈ ടൈമിൽ ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് ഞാൻ ഔസേപ്പ് ബച്ചൻ സാറിന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനും ഒരു ഫോട്ടോ എടുക്കാനും വേണ്ടി നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ഞാൻ ബാക്കിൽ നിന്നിട്ട് എനിക്ക് സാധിച്ചില്ല. ഞാനും എൻ്റെ ഫ്രണ്ട് മുൻപിൽ എത്തുന്നതിന് മുൻപ് സാർ ആ പരിപാടിയിൽ നിന്നും പോയി അറ്റൻഡ് ചെയ്തിട്ട്. അപ്പം അന്ന് പക്ഷെ ജസ്റ്റ് ഒന്ന് സാർ ഇങ്ങനെ നമ്മളെ ഒരു ആരാധിക എന്നുള്ള രീതിയിലൊരു ഹായ് കാണിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകളിലൂടെ തന്നെ എന്നെ പറ്റിയുള്ളൊരു പേര് സൂചിപ്പിച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ കരങ്ങളാണ്. അതെൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും സപ്പോർട്ടും പ്രാർത്ഥനയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ദൈവമുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള പോലെ ഈ സിനിമയുടെ ത്രൂ ഔട്ട് എല്ലാ ഷെഡ്യൂൾസും വളരെ സ്മൂത്തായിട്ടാണ് നടന്നത്. യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാണ്ട് തന്നെ പ്രൊഡക്ഷൻ അബ്ദുൽ നാസർ സാർ ഉറപ്പുവരുത്തിയിരുന്നു. ഇന്നലെ പോലും എനിക്ക് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനും അവിടുന്ന് ആഹാരം കഴിക്കാനൊക്കെ സാധിച്ചു. അപ്പോൾ അഷ്കരൊക്കെ പറഞ്ഞ പോലെ ഈ ഒരു കുടുംബത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ആയതിന് ഷാൻ ചേട്ടാ താങ്ക് യു സോ മച്ച്. ഇനിയും ഈ പ്രൊഡക്ഷൻ്റെയും ഈ ടീമിൻ്റെയും ഒക്കെ ഒപ്പം സിനിമ ചെയ്യാനും ഇനിയും ഔസേപ്പ് ബച്ചൻ സാറും ശിവ് സാറും ഒക്കെ എഴുതിയ വരികൾക്ക് അഭിനയിക്കാൻ സാധിക്കാനും ഞാൻ ഹൃദയം നിറഞ്ഞ ദൈവത്തോട് റിക്വസ്റ്റ് ചെയ്യാണ്. യൂണിവേഴ്സിൽ ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട്. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് കോഴിക്കോട് ആൻഡ് ഓൾ ഓഫ് യു ഫോർ ബീയിങ് ഹിയർ. 24-ാം തീയതി ഞങ്ങളുടെ പടം എന്തായാലും നിങ്ങൾ ഒറ്റയ്ക്ക് പോകരുത്, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ. അതേപോലെ നിങ്ങളുടെ എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഉണ്ടാവും ഉറപ്പാണ് ഇല്ലേ? ബെസ്റ്റ് ഇല്ലേ എല്ലാവർക്കും? ബെസ്റ്റ് ഫ്രണ്ടെങ്കിലും ഉണ്ടാവാണ്ടിരിക്കില്ല നമുക്ക് എല്ലാവർക്കും. ബെസ്റ്റ് ഫ്രണ്ട്സിനെയും ബെസ്റ്റിനെയും കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടി ഞങ്ങളുടെ ഈ ഒരു നല്ലൊരു നന്മയുള്ള സിനിമ കണ്ട് ഞങ്ങളെല്ലാവരെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു സോ മച്ച്.